നമസ്കാരം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ആശ്വാസമേകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിതരണ നടപടികളെക്കുറിച്ചുള്ള നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ കാണുക. അതോടൊപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായിട്ട് സർക്കാർ വിഭാവനം ചെയ്ത ഈ പദ്ധതിയിൽ കുടിശ്ശികയായിരുന്ന 2 ഗഡുക്കൾ ഒന്നിച്ച് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതായത് ഫെബ്രുവരിയിലെയും അതോടൊപ്പം തന്നെ മാർച്ചിലെയും ആനുകൂല്യങ്ങൾ അത് ഒരേ സമയം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപേക്ഷ സമർപ്പിച്ച ഭൂരിഭാഗം ആളുകളുടെയും അതായത് ഏകദേശം 95% പേരുടെയും രേഖകൾ പരിശോധിക്കുകയും അപ്രൂവൽ നൽകുകയും ചെയ്തു കഴിഞ്ഞു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും പല കാരണങ്ങളാൽ കഴിഞ്ഞ മാസങ്ങളിൽ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ മാർച്ച് മാസം 31-ാം തീയതിക്ക് മുൻപായിട്ട് ഈ 2 ഗഡുക്കളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ നിലവിൽ വരുന്നതിന് മുൻപേ തന്നെ പുറപ്പെടുവിച്ചിരുന്നതിനാൽ തന്നെ വിതരണ നടപടികൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ലെന്നും ഉറപ്പായിട്ടുണ്ട്. നിലവിൽ 2 മാസത്തെ തുകയായി 2000 രൂപയോളമാണ് അർഹരായവരുടെയൊക്കെ തന്നെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക. ഇതിനുശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയും യാതൊരുവിധ മുടക്കവും കൂടാതെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകണമെന്ന കർശന നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിച്ചുവെങ്കിലും അപ്രൂവൽ കിട്ടിയിട്ടും പണം ലഭിക്കാത്തവരും പിന്നീട് അപേക്ഷിച്ചവരുമൊക്കെ തന്നെ ഏറെയാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ അപ്രൂവൽ തീയതി അനുസരിച്ച് 1000 രൂപയോ അല്ലെങ്കിൽ 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 2000 രൂപയോ ലഭിക്കുന്ന രീതിയിലാണ് വിതരണം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇതുവരെ പ്രയോജനപ്പെടുത്താത്തവർക്ക് അപേക്ഷിക്കാനുള്ള അവസരവും ഇപ്പോൾ ലഭ്യമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാർ ഏകദേശം 32 ലക്ഷം പേർക്കായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഈ വലിയ പദ്ധതിയിൽ നിലവിൽ 20 ലക്ഷത്തിൽ താഴെ അപേക്ഷകർ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനാൽ അർഹരായിട്ടുള്ള 10,000-കണക്കിന് സ്ത്രീകൾക്ക് ഇനിയും ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അവസാനിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ യോഗ്യതയുള്ളവർക്കും ഒട്ടും വൈകാതെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും. നിങ്ങളെല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ ആനുകൂല്യം അത് തുടർന്നും അർഹതപ്പെട്ട ആളുകളിലേക്കൊക്കെ തന്നെ എത്തുന്നതിനായിട്ട് നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് മാക്സിമം ഈ വിവരം ഒന്ന് ഷെയർ ചെയ്ത് നൽകേണ്ടത് അത്യാവശ്യമാണ്. അപേക്ഷകർ പാലിച്ചിരിക്കേണ്ട പ്രധാന യോഗ്യതകൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ആനുകൂല്യം ലഭിക്കുക. അതുപോലെ തന്നെ അപേക്ഷകർ BPL അല്ലെങ്കിൽ AY വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളായിരിക്കണം. കൂടാതെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ മേഖലയിലോ സ്ഥിരം അല്ലെങ്കിൽ കരാർ ജോലികൾ ഉള്ളവരാകാൻ പാടില്ല. അതുപോലെ തന്നെ നിലവിൽ മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളോ ക്ഷേമോദി ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പ്രധാന അറിയിപ്പിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അപ്രൂവൽ ലഭിച്ചിട്ടും പണം ലഭിക്കാത്തവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുകയും അതുപോലെ ആധാർ ലിങ്കിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാറ്റങ്ങളും പ്രധാന അറിയിപ്പുകളും ഉത്തരവുകളും ഒക്കെ തന്നെ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.